ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തി സിപിഐഎം തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളാണ് ഇന്ന് നടന്നത്. 2019 UDF അനുകൂല തരംഗം ഇത്തവണയും ആവർത്തിച്ചു എന്നാണ് സിപിഐഎമ്മിന്റെ വിലയിരുത്തൽ. പരമ്പരാഗത സിപിഐഎം വോട്ടുകൾ BJPയിലേക്ക് ചോർന്നതും പാർട്ടി ചർച്ച ചെയ്യും. LDFിലെ രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ ഇടതുമുന്നണി തീരുമാനം തിങ്കളാഴ്ചയായിരിക്കും. നിർണായക LDF യോഗവും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേർന്ന ശേഷമായിരിക്കും തീരുമാനത്തിലേക്ക് എത്തുക. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ആർ ശ്രീജിത്ത്, വലിയ ഒരു പരാജയത്തിലേക്കാണല്ലോ പോയിരിക്കുന്നത്. അത് തിരിച്ചും മറിച്ചും ഹരിച്ചും ഗുണിച്ചും ഒക്കെ നോക്കിക്കഴിഞ്ഞാലും തോറ്റത് തന്നെയാണ്. ഇനി എന്ത് ചെയ്യണം, അതുപോലെ തന്നെ തോൽവിക്കിടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തുറന്നു പറയുമ്പോൾ പലരിലേക്കും ആ ചോദ്യമുന നീളുന്ന ഒരു സാഹചര്യവും കൂടി ഇടതുമുന്നണിയിൽ നിലനിൽക്കുകയല്ലേ? സുജയ സൂചിപ്പിച്ചതുപോലെ തോറ്റാലും എങ്ങനെ തോറ്റില്ല എന്ന് സ്ഥാപിക്കുന്നതിലാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെ മിടുക്ക്. അതിനായി സ്ഥിരമായി പ്രയോഗിക്കുന്ന ഒരു ക്ലീഷയാണ് ജനകീയ അടിത്തറ തകർന്നിട്ടില്ല, ജനകീയ അടിത്തറയ്ക്ക് കോട്ടം വന്നിട്ടില്ല തുടങ്ങിയ ക്ലീഷകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാചകങ്ങൾ എല്ലാവരുടെയും വാർത്താക്കുറിപ്പിലും പ്രസ്താവനയിലും മറ്റും കാണും. അത്തരമൊരു വാർത്താക്കുറിപ്പിലേക്ക് എത്തിച്ചേരാൻ നല്ല അധ്വാനമുണ്ട്. അതിനാണ് ഈ വിപുലമായ യോഗങ്ങൾ വിളിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കി മറ്റും ചെയ്യുന്നത്. എന്തായാലും CPMന്റെ ഏരിയ കമ്മിറ്റികളുടെ യോഗമാണ് ഇന്ന് പലയിടത്തും നടക്കുന്നത്. ഈ ഏരിയ കമ്മിറ്റി യോഗം കഴിഞ്ഞ് ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റികൾ കൂടി ചേരും. ഈ ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും വെക്കുന്ന റിപ്പോർട്ടിലായിരിക്കും തെരഞ്ഞെടുപ്പ് കാരണത്തിന്റെ തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ സംബന്ധിച്ച ഒരു വിലയിരുത്തലും മറ്റും ഉണ്ടാകുക. എന്തായാലും ഇന്ന് നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് മറ്റും കടന്നില്ല. അതുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം സെക്രട്ടറി ആയ ശേഷം എല്ലാ വെള്ളിയാഴ്ചകളിലെയും പതിവ് യോഗത്തിന് ശേഷം അദ്ദേഹം ഈ വാർത്താ സമ്മേളനം വിളിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇന്ന് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അത് ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ കൃത്യമായ ഒരു കാരണം കണ്ടെത്താതെ മാധ്യമങ്ങളോട് പറഞ്ഞാൽ അത് കൂടുതൽ ദോഷകരമാകുമെന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കിയതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഈ ജനകീയ അടിത്തറ തകർന്നിട്ടില്ല എന്ന പല്ലവി ഇത്തവണയും ആവർത്തിക്കുമെന്ന് ഉറപ്പാണ്. നേരത്തെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ അത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന കാര്യം വ്യക്തമാകും. കഴിഞ്ഞ തവണ CPMന് LDFന് കേരളത്തിൽ നേടിയ വോട്ട് ശതമാനം 35.11%. ഇത്തവണ അത് 34.63% കുറഞ്ഞു. അതായത് ശബരിമല എന്ന സവിശേഷമായ ഒരു തരംഗം നടന്നപ്പോൾ ഉണ്ടായ വോട്ടിൽ നിന്ന് ഇപ്പോൾ അത്തരമൊരു സവിശേഷ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു തരംഗത്തിൽ വോട്ട് ശതമാനം കുറയുകയാണ് ഉണ്ടായത്, കൂടുകയല്ല എന്നതാണ്. അപ്പോൾ അടിസ്ഥാന വോട്ടുകളിൽ ജനകീയ അടിത്തറയിൽ കോട്ടം വന്നിട്ടുണ്ട്, ഒഴുക്കും ചോർച്ചയുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. എങ്കിലും അത് എങ്ങനെ വന്നില്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. ശ്രീജിത്ത്, ഇനിയിപ്പോൾ അറിയേണ്ടത് രാജ്യസഭാ സീറ്റാണ്. രാജ്യസഭാ സീറ്റില്ലെങ്കിൽ ജോസ് കെ മാണിയും സംഘവും അവിടെ തന്നെ ഉണ്ടാകുമോ? മറുഭാഗത്തേക്കുള്ള ക്ഷണമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ രാജ്യസഭാ സീറ്റ് ചർച്ചകൾ ഇപ്പോൾ മുന്നണിക്കുള്ളിൽ നടക്കുന്നത്? ആർക്ക് കൊടുക്കും? സുജയ, രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ചകൾ ഔപചാരികമായി തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് ഉഭയകക്ഷി ചർച്ച തുടങ്ങാനുള്ള ധാരണ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. LDF യോഗത്തിന് മുന്നോടിയായി എന്തായാലും CPMും CPIയും തമ്മിലും ഒപ്പം തന്നെ CPMും കേരള കോൺഗ്രസ് എമ്മും തമ്മിലും ചർച്ച നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദേശീയ സെക്രട്ടേറിയറ്റ് ദേശീയ എക്സിക്യൂട്ടീവ് യോഗങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയും ഈ സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഔപചാരികമായ ചർച്ച ഇനി നടക്കാനിരിക്കുന്ന ഉള്ളൂ. ഈ ചർച്ചയിലും CPI നിലപാട് ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ജോസ് കെ മാണിക്ക് സുജയ് സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് സീറ്റ് നൽകാതിരിക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുണ്ടുകൂടുകയാണ്. കാരണം കോട്ടയത്ത് ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വളരെ ദയനീയമായി തോറ്റു. മാത്രമല്ല, ഈ തോൽവിയുടെ കാര്യത്തിൽ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് കേരള കോൺഗ്രസ് എമ്മിന് ചില പരാതികളും പ്രയാസങ്ങളുമുണ്ട്. ഈ പരാതികളും പ്രയാസങ്ങളും നിൽക്കുമ്പോൾ രാജ്യസഭാ സീറ്റ് കൂടി നഷ്ടപ്പെട്ടാൽ അവർ വന്ന ഇടത്തേക്ക് തന്നെ മടങ്ങും, അതായത് വന്ന UDFിലേക്ക് തന്നെ മടങ്ങുമോ എന്ന വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. ഇപ്പോൾ തന്നെ ജോസ് കെ മാണിയുടെ പാർട്ടിയെ ക്ഷണിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസിനകത്ത് ചർച്ചയും മറ്റും നടക്കുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഒരു ക്ഷണം പരസ്യമായി നടത്തുകയും ചെയ്തു. എന്തായാലും അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ സീറ്റ് നൽകാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് CPIക്കായിരിക്കുമോ നഷ്ടമെന്നാണ് ഇനി അറിയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വിലയിരുത്തലുകളിലേക്ക്, ഇനി എടുക്കേണ്ട തീരുമാനങ്ങളിലേക്കൊക്കെ ഇടതുമുന്നണി വളരെ സജീവമായി കടന്നിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾക്കായി പ്രേക്ഷകർ തുടരുക റിപ്പോർട്ടറിനൊപ്പം.